സംസ്ഥാനത്ത് താപനില ഉയരാൻ സാധ്യത 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, സംസ്ഥാനത്ത് ചൂട് കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. 7 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്? സംസ്ഥാനത്ത് താപനില ഉയരാൻ സാധ്യതയെന്ന കാലാവസ്ഥാ പ്രവചനം വരുന്നുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. രാവിലത്തെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂട് വലിയ തോതിൽ കൂടാനുള്ള ഒരു സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ 38 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത് വലിയ ചൂടായിരിക്കും വരുന്ന ദിവസങ്ങളിലെന്ന് മുന്നറിയിപ്പ് തന്നെയല്ലേ നൽകുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? കൃഷ്ണ, തീർച്ചയായും പൊള്ളുന്ന ചൂട്, അത് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും പൊള്ളുന്ന ചൂട് അനുഭവപ്പെടും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 8 ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂരിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ ചൂട് കൂടിയേക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഉയർന്ന താപനിലയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ അസ്വസ്ഥതയും ചൂടുള്ള കാലാവസ്ഥയ്ക്ക് പൊതുവിൽ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഈ ഉഷ്ണതരംഗം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളിൽ ഒന്ന്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് കൂടുതൽ വെള്ളം കുടിക്കണം. ഈ സമയങ്ങളിൽ നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കയ്യിൽ കരുതുകയും അത് കുടിക്കുകയും വേണം. പരമാവധി പകൽ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം. മാത്രമല്ല, തീപിടുത്തത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ കർശനമായ ജാഗ്രത വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ മറ്റുമൊക്കെ തുടരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത പ്രവചിക്കുന്നുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം സാധാരണ നേരിയ വേനൽ മഴയ്ക്ക്, ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് കൂടി സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ക്രിസ്റ്റീന.